എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ വെൽക്കം ബാക്ക് ടു പ്രിയ ആൻ്റണി വ്ളോഗ്. അപ്പോൾ നമ്മുടെ മുന്നത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും ആ വീഡിയോ കണ്ടിട്ട് വേണം ഇവിടേക്ക് വരാൻ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ബട്ടർ നാണും ബട്ടർ ചിക്കനൊക്കെ കഴിച്ച് തിരിച്ച് കത്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളിത് കത്ര എത്തിയിട്ട് വന്ദേ ഭാരത് മാറി കയറാൻ പോവാണ്. വന്ദേ ഭാരതിൽ കത്രയിൽ നിന്ന് ശ്രീനഗറിലേക്കാണ് ഞങ്ങളുടെ യാത്ര. 300 കിലോമീറ്ററാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമെല്ലാം കഴിച്ച് മാത്രത്തിനും പ്രിയ എല്ലാവരും റെഡിയാണ്. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലങ്ങളിലൊന്നായ ചെനാബ് റെയിൽവേ ബ്രിഡ്ജാണ്. ചെനാബ് നദിയുടെ മുകളിലൂടെ 359 മീറ്റർ ഉയരത്തിൽ നിലകൊള്ളുന്ന ഈ പാലം ഐഫൽ ടവറിനേക്കാളും ഉയരമുള്ളതാണ്. സ്പെഷ്യൽ ടീ ആണ് ഞാൻ ഉണ്ടാക്കിയത് പ്രിയക്ക് വേണ്ടിയിട്ട്. നിർത്താണ്ട് കുടിക്കും. പുറത്തേക്ക് കാണുന്ന കാഴ്ചകളില് അതിമനോഹരാണ്. മൊത്തം പച്ചപ്പും കുന്നുകളൊക്കെ ആയിട്ട്. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ചെറുപ്പകാലത്ത് ഞാൻ പെയിന്റിങ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഇതേപോലെ കുന്നുകളും പച്ചപ്പ് നിറഞ്ഞ കാടുകളും ഒക്കെ വരയ്ക്കാറുണ്ട്. ബനിഹാൽ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയപ്പോൾ ഉണ്ടല്ലോ, ഐസ് മഴയാണ് കേട്ടോ പെയ്തത്. ഇതേ കണ്ടില്ലേ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ ജനലിലൂടെ നമ്മൾ ഈ കാണുന്നത്. എന്താ പറയാ, നല്ല ഭംഗിയാണ്. നമ്മളത് നേരിട്ട് ആസ്വദിച്ചാൽ തന്നെ അത് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുള്ളൂ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ട്രെയിൻ യാത്രകളിലൊന്നാണ് നമ്മളിപ്പോൾ കവർ ചെയ്യണേ. നമ്മൾ പ്ലെയിനിൽ വരാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാഴ്ചകൾ കാണാൻ പറ്റില്ല. അപ്പോൾ കത്രയിൽ നിന്ന് ശ്രീനഗറിലേക്ക് തീർച്ചയായും വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ നിങ്ങൾ ഈ കാഴ്ച കണ്ടിരിക്കണം. മഞ്ഞുകാലമാണെങ്കിൽ നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഫുള്ള് മഞ്ഞും മൂടി നിൽക്കുന്നതായിട്ട് കാണാം. പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ഈ മഞ്ഞ കളറിലുള്ള പാടങ്ങൾ കടുകിൻ്റെതാട്ടാ. നമ്മുടെ നാട്ടിലൊക്കെ നെല്ല് നടണ പോലെയാണ് ഇവിടെ മൊത്തം കടുക് പാടങ്ങൾ. പുറത്തേക്ക് കാണുമ്പോൾ വീടുകളുടെ മേൽക്കൂര ശ്രദ്ധിച്ച നിങ്ങൾ, എല്ലാത്തിനും ഒരു ചെരുവ് കണ്ട. ഇത് കാശ്മീരിൻ്റെ തണുപ്പ് സമയത്ത് മഞ്ഞ് വീണാലും അത് താഴേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെങ്ങനെ ചെയ്തിട്ടുള്ളത്. മഞ്ഞ നിറത്തിലുള്ള ഈ പാടങ്ങളും ഈ സ്ലോപ്പ് കൊടുത്തിട്ടുള്ള വീടുകളും ഒക്കെ കാണുമ്പോൾ നമ്മൾ പഴയ കാലത്തെ ഹിന്ദി സിനിമകൾ കാണുന്ന ഒരു ഫീലാണ് ജനലിലൂടെ നോക്കുമ്പോൾ. വെറും 3 മണിക്കൂറിൽ 300 കിലോമീറ്റർ ആട്ടാ നമ്മളിപ്പോൾ കവർ ചെയ്യണേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര സ്പീഡിലായിരിക്കും വന്ദേ ഭാരത് കത്രയിൽ നിന്ന് ശ്രീനഗറിലേക്ക് എത്തിക്കണേ. നരേന്ദ്രമോദി 2024 ഇനോഗ്രേഷൻ ചെയ്തതാണ് ഈ കത്ര ടു ശ്രീനഗർ വന്ദേ ഭാരത്. ഞങ്ങളുടെ ഈ ടൂർ പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശ്രീനഗർ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ. മൊത്തം 5 നൈറ്റും 4 മോർണിംഗും ആണ് ഞങ്ങളുടെ ഈ പാക്കേജിൽ വരുന്നത്. പെർ കപ്പിളിന് 25,000 രൂപയാണ്. അതിൽ ഇൻക്ലൂഡിങ് ഫുഡ്, ട്രാവല്, സ്റ്റേ എല്ലാം അടങ്ങുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ പാക്കേജിൻ്റെ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ DM ചെയ്യണേ. ഇന്ന് റൂമിലെത്തി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ പ്ലാനുകളൊന്നുമില്ല. ഇന്ന് പോയിട്ട് നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്യുക. എന്താ വെച്ചാൽ 2-3 ദിവസമായിട്ട് ട്രെയിനിൽ യാത്ര തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി ഓരോ ദിവസം നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഫസ്റ്റ് ഡേ നമ്മൾ പോകുന്നത് ശ്രീനഗറിലാണ്. ശ്രീനഗറിലത്തെ സൈറ്റ് സീയിങ്ങും കാര്യങ്ങളും. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഗുൽമർഗ്, സോൻമർഗ്, പെഹൽഗാം. ഈ സോൻമർഗ്, ഗുൽമർഗ്, പെഹൽഗാം അല്ലാണ്ടും ശ്രീനഗറിൽ ധാരാളം സ്ഥലങ്ങളുണ്ട്. പക്ഷേ നമുക്ക് അത് പോകാനുള്ള ദിവസങ്ങളില്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ പോകുന്നില്ല. ഏകദേശം ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ എത്താറായിട്ടാ. അവിടെ നമ്മളെ കാത്തിട്ട് ക്യാബ് ഡ്രൈവർ വെയിറ്റിംഗ് ആണ്. ഓൾറെഡി ആ പാക്കേജിൽ പിക്ക് ആൻഡ് ഡ്രോപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ശ്രീനഗർ എത്തി ഗൈസ്. ഞങ്ങൾ കറക്റ്റ് 5:45 ശ്രീനഗർ എത്തി. ഈ ശ്രീനഗറിൽ നിന്ന് ഇവിടെ ഞങ്ങളുടെ
ക്യാബ് ബുക്ക് ചെയ്യണ സ്ഥലമുണ്ട്. അവിടെ നമ്മുടെ ഡ്രൈവർ നിൽക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ. അവിടെ ചെന്നിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ നോക്കണം. നല്ല തണവുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് സ്വെറ്ററൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന തണവുള്ളൂ. ഈ മന്തിൽ തന്നെ നമ്മൾ സൗത്ത് മോസ്റ്റ് എൻഡിലും നോർത്ത് മോസ്റ്റ് എൻഡിലും എത്തിയിരിക്കുകയാണ്. റെയിൽവേ എൻഡിൽ എത്തിയിരിക്കുകയാണ്. अर्शिद अहमद जी भैया, मैं छोटा छोटा ब्लॉग में है इसलिए आपको ब्लॉग में डाल रहे हैं. ठीक है भैया, ठीक है. इधर से कितना दूर है? तकरीबन हाफ एन आवर. ठीक है ठीक है भैया. अभी बारिश का टाइम है, मौसम नहीं भैया, കാശ്മീരിന് എന്തോ ഞങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ എത്തിയ ടൈം തന്നെ ചെറിയൊരു മഴയും റെയിൻബോയും കണ്ടു. ആ റെയിൻബോ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ക്യാമറയിൽ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല. इधर क्या लैंग्वेज है? हिंदी है और दूसरा आप लोग का नहीं भैया, मैं आपके साथ बात करता है ना. हाँ. ये मैं उर्दू में बात करता है. उर्दू और हिंदी बोलने में सेम है. सेम रिटन राइटिंग में डिफरेंट है. ठीक है. 80% तकरीबन बोलने में, स्पीकिंग में सेम है ना. हाँ. राइटिंग में डिफरेंट है. राइटिंग में डिफरेंट है. हमारे यहाँ पे कश्मीरी, उर्दू और इंग्लिश बोलते हैं. तो हिंदी और इंग्लिश मालूम है तो चलेगा, चल सकते हैं. हाँ, आराम से, कोई इशू नहीं है. हमारा जो मदर टंग है वो कश्मीरी है. അങ്ങനെ ഞങ്ങളുടെ റൂമിൽ എത്തിയിട്ടാ പ്രീ മാത്തിട്ടൊക്കെ എടുത്തു. ഇത് രണ്ടാമത് വീഡിയോ റീക്രിയേറ്റ് ചെയ്യാണ്. ഇതേ കണ്ട മാത്തൊക്കെ തണുത്തിരിക്കണ്ട. അപ്പം ഇതാണ് ഞങ്ങളുടെ റൂം. സാധാ റൂമാണ്, അതായത് നമ്മുടെ ഈ പാക്കേജിനെ പറ്റിയ മാക്സിമം ഒരു നല്ല റൂമാണ് അവർ തന്നിട്ടുള്ളത്. AC-യുടെ ആവശ്യമില്ലല്ലോ, തണവുണ്ട്. പിന്നെ ഹീറ്ററുണ്ട്, ബെഡ് ഹീറ്ററുണ്ട്. ഇവിടെ ബെഡ് നമുക്ക് 10 മിനിറ്റ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബെഡ് ഹീറ്റാവും. പിന്നെ എന്താ, കെറ്റിലുണ്ട്, ഗീസറുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഭക്ഷണങ്ങളൊക്കെ ഡിന്നറ് നമുക്ക് താഴെ 8:30 വിളിക്കുന്ന പറഞ്ഞിട്ടില്ലേ. അങ്ങനെ ടോയ്ലറ്റ് വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റ് ഉണ്ട്, ഗീസർ ഉണ്ട്. അപ്പം അങ്ങനെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ. നാളെ ശ്രീനഗറിലത്തെ കാഴ്ചകളായിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരയ്ക്കും ബൈ ഫ്രം പ്രിയ ആൻ്റണി വ്ളോഗ്.